ഞാൻ പ്രേംകുമാർ, ശ്രീ മഹേശ്വര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. PN. PV പ്രകാശൻ, പ്രദീപ് കുമാർ ശ്രീ മഹേശ്വര ക്ഷേത്ര സേവാ സമാജം പ്രസിഡന്റ് പ്രദീപ് കുമാർ PB. ഞങ്ങളൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. 2023 കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിന്റെ ഒരു വാർഷിക പൊതുയോഗം നടക്കുന്നത്. അതിനു മുമ്പായിട്ട് 22 നടന്ന തൈപ്പൂയ ദിവസമാണ് അവിടത്തെ ഒരു മുരുകന്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടതായിട്ട് ഒരു ഭക്തന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇത് ഞങ്ങൾ അതിന്റെ ഭാരവാഹികളെ അറിയിച്ചു. അപ്പോൾ ഉടനെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒരു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പലപ്പോഴും അതിനെ കുറിച്ചുള്ള ചർച്ചകൾ, കാരണം ക്ഷേത്രത്തിൽ അത് പുറത്തേക്ക് പോകുന്നതിനും കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനെ പലപ്പോഴും ശ്രമിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടപ്പോഴാണ് ഈ 110ാം വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുക്കുകയും ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. ആ അന്വേഷണ കമ്മീഷൻ വിശദമായ ഒരു ഇതുപോലത്തെ റിപ്പോർട്ട്, ഇത്രയും പേജിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി ക്ഷേത്ര ഭരണസമിതിക്ക് കൊടുത്തു. മുഴുവൻ ഭാരവാഹികളെയും ഒറ്റയ്ക്ക് ചോദ്യം ചെയ്ത് വളരെ വ്യക്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടികളും എടുത്തില്ല എന്ന് മാത്രമല്ല, അന്ന് ഈ അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോൾ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന പൊതുയോഗത്തിൽ വെക്കാം, എന്നിട്ട് തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അടുത്ത വാർഷിക പൊതുയോഗം ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി വാർഷിക പൊതുയോഗമാണ്. പക്ഷെ ആ വാർഷിക പൊതുയോഗത്തിൽ അജണ്ടയിൽ പോലും ഈ സാധനം വെച്ചിട്ടില്ല. അത് മാത്രമല്ല, അതിന് ഒരാഴ്ച മുമ്പ് ഇതിന്റെ അജണ്ട തീരുമാനിക്കാൻ അവർ മീറ്റിംഗ് കൂടിയിട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു തീരുമാനം എടുക്കുകയാണ്. പൊതുയോഗത്തിൽ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം ഭരണസമിതിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് ഒരുപക്ഷെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച ന്യൂസ് 18 ചാനലിൽ ഞങ്ങളുടെ ഇതിന്റെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് വളരെ വിശദമായ റിപ്പോർട്ട് സമൂഹത്തിൽ വന്നിരുന്നു. അതിനുശേഷം ഇത്രയും പ്രധാനമായിട്ട് പോലും അതൊരു അജണ്ടയിൽ സംസാരിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് പകരം അത് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞ് അത് അജണ്ടയിൽ ചേർക്കാണ്ട് മീറ്റിംഗ് വെച്ചിരിക്കുകയും അന്വേഷണ കമ്മീഷന്റെ ചെയർമാനായിരുന്ന പ്രദീപ് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പങ്കെടുക്കില്ലല്ലോ. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഗൂഢ ചിന്ത നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങളൊരു രഹസ്യമായിട്ട് വ്യക്തമായിട്ട് ഒരു ഭക്തർക്ക് വേണ്ടിയിട്ട് അത് തിരിച്ചു കിട്ടണം എന്നുള്ള വെച്ച് ചെയ്തിരിക്കുക. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാൻ കഴിയും. ഇതിനെ അന്വേഷിച്ച് ചെന്നിട്ട് ഇത് കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയന്ന് അവിടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഒരുക്കി, തിരുവാഭരണങ്ങളൊക്കെ ഒരുക്കി ചട്ടയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് പോയതെന്ന് ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് മൊത്തം അന്നത്തെ ഭരണസമിതി ഉത്തരവാദിയാണ്. ആ കാര്യം ചോദ്യം ചെയ്യാനാണ് ഇത് ഞങ്ങൾ മറ്റന്നാളത്തെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. പത്രസമ്മേളനം നടത്താൻ ഇത്രയും കാര്യങ്ങൾ നോക്കി നമ്മുടെ തന്നെ ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. പക്ഷെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ മറ്റന്നാള് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിന്റെ അറിയിപ്പ് കിട്ടണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങളുടെ ഇതിന് പിന്നിലുള്ളത്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ബാക്കി വിശദമായിട്ട് ഇതിന്റെ അന്വേഷണ കമ്മീഷൻ ചെയർമാൻ സംസാരിക്കും. ഈ 110ാം വാർഷിക പൊതുയോഗത്തിലെ 2 പ്രമേയങ്ങളെ കൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ക്ഷേത്രം തിരുവാഭരണം പോയിട്ടുണ്ടോ അതുവരെ ഒരു പുറത്ത് പറയാതെ ഒരു മൂടി വെച്ചിരിക്കുകയാണ് ഈ ഭരണത്തിന് നൽകിയുള്ള ഭരണസമിതി. അപ്പൊ അത് 2 പ്രമേയത്തിൽ കൂടിയാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് നിവർത്തി. അപ്പൊ അവർ പറഞ്ഞു നഷ്ടപ്പെട്ടത് ശരിയാണ്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്.
ആ പരാതി ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും പ്രേംകുമാറും കൂടിയിട്ട് വിവരാവകാശം വെച്ച് അതിന്റെ കോപ്പി ഞാൻ എടുത്തു. അപ്പൊ പരാതി പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരത് പ്രസ് ചെയ്തില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്റെ രേഖ നമുക്കില്ല. അമ്പലത്തിലെ അത് ഞങ്ങൾ തന്നെ ക്ഷേത്രത്തിന് അത് മോശമായതുകൊണ്ട് നമ്മളത് പുറത്ത് ഇതാക്കുന്നില്ല, ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങളിത് അന്വേഷണ ഇത് പൊതുയോഗത്തില് ഏകകണ്ഠമായിട്ട് അന്ന് പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളും യോഗം അംഗങ്ങളും ആവശ്യപ്പെട്ടത് ഇത് അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അംഗങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് അത് തെളിയിക്കാൻ എങ്ങനെ പോയി, ബാക്കി നിയമ നടപടികളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എങ്ങനെ നഷ്ടപ്പെട്ടു, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, അതാണ് പറയേണ്ടത്. അതിനാണ് അന്ന് ഏകകണ്ഠമായിട്ട് 3 അംഗങ്ങളെ പൊതുയോഗത്തിൽ നിന്നും 4 ഭരണസമിതി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി 7 അംഗ അന്വേഷണ കമ്മീഷൻ ആണ് നിലവിൽ വന്നത്. നിലവിൽ വന്ന് ഞങ്ങള് അമ്പലത്തിന്റെ ഓഫീസിലുള്ള കംപ്ലീറ്റ് പോക്കുവരവ് രജിസ്റ്റർ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നത് ഓരോ ദിവസങ്ങൾ കൊണ്ടുപോകുന്നതും തിരിച്ച് കൈപ്പറ്റുന്നതും കസ്റ്റോഡിയൻ ആണ്. ക്ഷേത്രം കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ആ കസ്റ്റോഡിയന്റെ കയ്യിലാണ് ഇതെല്ലാതും സൂക്ഷിപ്പ് ലോക്കറിൽ. ഇതൊന്നും ഇതിന്റെ എല്ലാം രേഖകൾ ഞങ്ങൾ പരിശോധിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ ഭരണസമിതിക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലായത്. ആ ഉത്തരവാദിത്തം ആർക്കൊക്കെ എങ്ങനെയൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പല പേരും മാറി 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 അധികാര സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ട്, ആരുടെ കൈനൊക്കെയാണ് വീഴ്ച വന്നിട്ടുണ്ട്, ആ വീഴ്ചകൾക്ക് ഇന്ത്യൻ പോലീസ് നിയമം അനുസരിച്ചിട്ടുള്ള നടപടികൾ ഈ SMBP യോഗം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി മൂവ് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണം. എന്നിട്ട് നമുക്കൊരു അന്വേഷണത്തിൽ നമ്മൾ രേഖകളെ പരിശോധിക്കാൻ പറ്റുള്ളൂ. അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ നിയമവശ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് 2025 നവംബർ 10-ാം തീയതി ആണ് ഞങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ട് 7 മാസമായിട്ടും ഇവര് പുറത്തു വിടാതെ ഭരണസമിതിയിൽ പോലും ചർച്ച ചെയ്യാതെ വന്ന് പിന്നെ ജനങ്ങളും അവിടുന്ന് സന്ദർശനം 300 യോഗം മെമ്പർമാര് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് എത്ര പെട്ടെന്ന് പൊതുയോഗം വിളിച്ച് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു. ആ കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ പൊതുയോഗം വിളിച്ചത്. പക്ഷെ അതിൽ എന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ ഭാഗം രക്ഷിക്കാൻ ഇവര് ഈ ഇത് അപ്രൂവൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് പൊതുയോഗത്തിൽ ഉൾപ്പെടുത്താണ്ടാണ് ഇപ്പൊ പൊതുയോഗം വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്കിത് യോഗം അംഗങ്ങളെ അറിയിക്കാൻ വേറെ വേദിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യോഗം മെമ്പർമാരെ അറിയണം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ SMBP യോഗത്തിനെതിരെ ഞങ്ങളൊക്കെ അതിലെ മെമ്പർമാരാണ്. പക്ഷെ ക്ഷേത്രത്തിന്റെ സ്വത്ത് അപഹരിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഇത് ഇവിടെ കൂടാനും നിങ്ങളുടെ അടുത്ത് ഇത് പറയാനും കാരണമായിട്ടുള്ളത്. 20.450 ഗ്രാം. അതെ, 20.450 ഗ്രാം. അല്ല, ഈ യോഗത്തിലാണ് പറയേണ്ടത്. അത് വരാതിരിക്കാനാണ് ഇപ്പൊ ഈ ഇതിലുള്ള ഞങ്ങളുടെ ഇവിടെ നിന്ന് ഞങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്നത് ഈ 22-ാം വർഷത്തിലെ 2022 തൈപ്പൂയ ദിവസം മാത്രം ചാർത്തുന്ന ഒരു മാലയാണ്, മുരുകന്റെ മാലയാണ് കാണാതെ പോയത്. അത് 22 ചാർത്തിയിട്ടുണ്ട്. 23 തൈപ്പൂയത്തിന് ചാർത്താൻ നോക്കിയപ്പോൾ മാല കാണാനില്ല. ആ വിവരം അവര് രഹസ്യമാക്കി വെച്ചു സെക്രട്ടറി പ്രസിഡന്റ്. അല്ല, അത് പിന്നീട് ഉണ്ടായതാണ്. ഇതാണ് ഇതിന്റെ തുടക്കം. 2023 മാല കാണാതെയായി. അത് രഹസ്യമാക്കി വെച്ചു അന്നത്തെ ഭരണസമിതി. അത് കഴിഞ്ഞ് അതിൽ പ്രസിഡന്റിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാറ്റം ഉണ്ടായി, ഒരു നടപടി ഉണ്ടായില്ല. അപ്പോ ജനങ്ങള് ആ 2023 മാല ചാർത്താതിരുന്ന പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. കാരണം കൊല്ലത്തിൽ ഒരിക്കൽ മുരുകന് ചേർക്കുന്ന മാലയാണ്. അതുകൊണ്ട് രണ്ടാമത് ഇവര് പലരും ശ്രദ്ധയിൽപ്പെട്ടപ്പോ
ആ 2023 അവിടെ ഒരു താമ്പൂല പ്രശ്നം നടക്കുകയാണ് ക്ഷേത്രത്തില്. അത് എന്താ വെച്ചാൽ ദേവിയുടെ ആഭരണം ഉരുകിപ്പോയി, അതിൽ പ്രായച്ചിത്തമായിട്ട് താമ്പൂല പ്രശ്നം വെക്കുന്നു. ആ താമ്പൂല പ്രശ്നം വന്നപ്പോ ഭക്തജനങ്ങൾ പങ്കെടുത്തപ്പോ അതിൽ ചോദ്യം വന്നു. ഇതില് ഇത് മാത്രമല്ല, മുരുകന്റെ മാല കാണാതായിട്ടുണ്ടല്ലോ, അന്ന് ഇതുണ്ടല്ലോ, കഴിഞ്ഞതിനും ചാർത്തിയിട്ടില്ല, അത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ താമ്പൂല പ്രശ്നത്തിൽ നോക്കിയപ്പോ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തേക്ക് പോയിട്ടില്ല, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. താമ്പൂല പ്രശ്നം അങ്ങനെയാണല്ലോ പറയുന്നത്, അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് നടപടി എടുക്കണം, അതിന് അന്വേഷണം നടക്കണം, കണ്ടെത്തണം, അത് ഭരണാധികാരികളുടെ ചുമതലയാണല്ലോ. പക്ഷെ ഇവര് മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ 3 മാസം കഴിഞ്ഞപ്പോ 2023 3 മാസം കഴിഞ്ഞപ്പോ വാർഷിക പൊതുയോഗം വന്നു, 110ാമത് വാർഷികം. ആ പൊതുയോഗത്തില് 2 പ്രമേയങ്ങൾ വന്നു ഇതിനെ കുറിച്ചിട്ട്. ഈ മാല കാണാതായിട്ടുണ്ടോ, മുരുകന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അതിന് കൃത്യമായ മറുപടി ഒന്നും അവിടുന്ന് കിട്ടിയില്ല. അപ്പൊ ഈ നമ്മുടെ പൊതുയോഗത്തിൽ നിന്ന് തന്നെ 3 പേരെ ഇത് അന്വേഷിച്ചതിന്റെ നിജസ്ഥിതി, ആരാണ് ഉത്തരവാദിത്തം, അവരെ കണ്ടെത്തിയിട്ട് അടുത്ത വാർഷിക പൊതുയോഗം നടക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് പൊതുയോഗത്തിൽ സമർപ്പിച്ച് മേൽ നടപടിയിലേക്ക് വരാനായി. ഇതിന്റെ ഇടയിൽ എന്തുണ്ടായി വെച്ചാല്, ഈ മാല പോയി ഒരു മാസം കഴിഞ്ഞപ്പോ പ്രസിഡന്റ് മാറിയാണ്. ആ പുതിയ പ്രസിഡന്റ് വന്നിട്ട് അവിടെയുള്ള എല്ലാ തിരുവാഭരണവും എടുത്തിട്ട് ഉരുക്കി. ഒരു സാധനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആ സമയത്താണ് ഇതെല്ലാം ഉരുക്കുന്നത്. തിരുവാഭരണങ്ങൾ ഉരുക്കാൻ പാടില്ല, അതിന് പ്രത്യേക പ്രൊസീജിയർ, തന്ത്രിയുടെ അനുമതി വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതൊക്കെ വൈലേറ്റ് ചെയ്തിട്ട് ഇത് ഉരുക്കി സ്വർണ്ണക്കട്ടിയാക്കി വെച്ചിരിക്കുക. അപ്പോ അത് ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ഇതൊക്കെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നു. അപ്പോൾ ഇത് അന്വേഷിക്കാനായിട്ട് കമ്മീഷൻ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത വാർഷിക പൊതുയോഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ ഈ അടുത്ത ഞായറാഴ്ച നടക്കുന്നത്. പക്ഷെ ഇവരെന്ത് കഴിഞ്ഞാൽ ഇതിലെ അന്വേഷണ റിപ്പോർട്ട് അന്വേഷിച്ചു, കമ്മീഷൻ എല്ലാ ആളുകളുടെയും മൊഴിയെടുത്തു, മേൽശാന്തിയുടെ മൊഴിയെടുത്തു. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. മാല ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് കസ്റ്റോഡിയന്റെ വിശേഷ ദിവസം കൊണ്ടുപോകുന്നു, ചാർത്തുന്നു, അന്ന് രാത്രി തന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ടുവരുന്നു. അതിനൊരു രജിസ്റ്റർ ഉണ്ട്, അതിലൊക്കെ സൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മാല തിരിച്ച് 2022 തൈപ്പൂയത്തിന് ചാർത്തിയതിനു ശേഷം ക്ഷേത്രത്തിൽ വന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കമ്മീഷന്. അപ്പോ അതിനുശേഷം ക്ഷേത്രത്തിന്റെ ഓഫീസിൽ വെച്ചിട്ട് കസ്റ്റോഡിയൻ സെക്രട്ടറിയുടെ കൈവശം വെച്ചിട്ടാണ് ഈ സാധനം നഷ്ടപ്പെടുന്നത്. അപ്പോ ഇത് അവരൊക്കെ ഇതിന്റെ കസ്റ്റോഡിയൻ ഉത്തരം പറയണമല്ലോ. അപ്പൊ ഇത് പൊതുയോഗത്തില് ഈ താമ്പൂല പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് കൊണ്ടുപോയിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. നേരത്തെ നമ്മുടെ കൺവീനർ സൂചിപ്പിച്ച പോലെ പരാതി കൊടുത്തു. ആ പരാതിയില് അത് അന്നൊരു ആന ഓടിയ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ വർഷത്തിൽ. അതിന്റെ ബഹളത്തിൽ ഇത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അന്വേഷിക്കണം എന്നുള്ള രീതിയിലല്ല ഒരു കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പോലീസ് ഒന്നും അന്വേഷിച്ചിട്ടില്ല. പക്ഷെ സാധനം എവിടെ പോയത്, എങ്ങനെ പോയതെന്നൊക്കെ ഇതിന്റെ ആൾക്കാർക്ക് അറിയാം. അതിന്റെ അകത്ത് ഇവരൊരു കാര്യം ചെയ്ത്, ഈ ഭരണസമിതിയിലെ മുമ്പ് പോയ പ്രസിഡന്റ് ഇദ്ദേഹം ഒരുക്കി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം രാജിവെച്ച് പോയി. പിന്നെ പുതിയ പ്രസിഡന്റ് വന്നു. അപ്പോഴാണ് ഈ പൊതുയോഗം നടക്കുന്നത്. അപ്പോ ഈ ഒരു ഒരുക്കാൻ വേണ്ടി മാത്രം ഒരു പ്രസിഡന്റിന് പോലെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ദുരൂഹത ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മാല ഈ പൊതുയോഗത്തില് വരുമ്പോഴാണ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഒരു കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, അന്വേഷണ കമ്മീഷൻ ഉണ്ട്. ഞങ്ങളുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് കണ്ടെത്തിയിട്ടുണ്ട് എവിടെ വെച്ച് പോയി നഷ്ടപ്പെട്ടെന്നുള്ളത്. ഇനി അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് പോലീസിൽ പൊതുയോഗം തീരുമാനിക്കുമല്ലോ. ആ പൊതുയോഗ തീരുമാനത്തിലേക്ക് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെക്കുന്നില്ല. അത് ഭരണസമിതി തന്നെ ഇത് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളികളഞ്ഞിരിക്കുക. അപ്പൊ ജനങ്ങളുടെ SMBP യോഗത്തിലെ മെമ്പർമാരുടെയും ഭക്തജനങ്ങളുടെയും ഒരു അവകാശമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്. ഇത് നാളെ ഇവിടെ ഞങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ചർച്ച ചെയ്യാം. എങ്ങനെ അത് കസ്റ്റോഡിയന്റെ കയ്യിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, രേഖകള് തിരിച്ചിവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. സാധനം അവിടെ വെച്ചിട്ട് സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലെ സെക്രട്ടറിയുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, ക്യാബിനിലില്ല. അതൊക്കെ ഈ അടുത്ത അവസരത്തിൽ വന്നിട്ടുള്ളതാണ്. കസ്റ്റോഡിയൻ മുകുന്ദൻ എന്ന് പറഞ്ഞു.
അല്ല അന്ന് ഇത് ആദ്യ ദിവസം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയിരുന്നു ഭരണം. അപ്പോഴാണ് 2022 ഈ മാല ചാർത്താൻ കൊടുത്തയക്കുന്നത്. ചാർത്താൻ കൊടുത്തയച്ചിട്ട് തിരിച്ചു വരുമ്പോ ഈ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇവര് ഭരണം മാറുമ്പോ കൈമാറുമല്ലോ. ആ കൈമാറുമ്പോൾ അവര് ഏറ്റെടുത്തിട്ടുണ്ട്, കസ്റ്റഡിയും ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ രേഖകളുണ്ട്. ഇതെല്ലാം കണ്ടെത്തിയിട്ടുള്ള രേഖകളുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഒരു 40 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള നല്ലൊരു റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ചർച്ച ചെയ്യാൻ ഇവര് തയ്യാറാവുന്നില്ല. SMPP യോഗം മാല പോയെന്നുള്ള താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. തന്ത്രിയുടെ സാന്നിധ്യത്തില് ആണ് താമ്പൂല പ്രശ്നം നടന്നത് കുറുക്കഞ്ചേരിയിലെ രാകേഷ് തന്ത്രി. ആ തന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ട് അന്നത്തെ സെക്രട്ടറി ഇവരൊക്കെ പോയത് സമ്മതിക്കുകയും ചെയ്തു. ഈ മാലയ്ക്ക് പകരം വേറെ കൂടി നടന്നതിനകത്ത് ഈ മാലയ്ക്ക് പകരം രഹസ്യമായിട്ട് നിങ്ങളൊക്കെയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ചിലവരുടെ ഇതിനൊക്കെ അതിന് കാശ് മുമ്പത്തെ പ്രസിഡന്റ് മേടിച്ചിട്ട് ഒരു 15 ഗ്രാമിന്റെ ഒരു മാല അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ക്ഷേത്രത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു തിരുവാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തിരുവാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദേവന് പുതിയത് പണത് വെക്കണമെങ്കിൽ ദേവന് തൃപ്തിയാവണം, ദേവഹിതം നോക്കണം, തന്ത്രീനെ അറിയിക്കണം. ആ ഒരു എങ്ങനെ ദേവനെ പുറത്താക്കിയിരിക്കുക. പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മെമ്പർഷിപ്പിന്റെ അവിടെ യോഗം ഭരണസമിതി പോലീസിൽ പരാതി. അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാല് ഞങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞാൽ പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SMPP പൊതുയോഗത്തിനാണ്. ആ പൊതുയോഗത്തിലേക്കാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഈ 11ാമത് വാർഷിക പൊതുയോഗത്തില് ഈ റിപ്പോർട്ട് വായിക്കപ്പെട്ടില്ലെങ്കിൽ, അത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കും, പോലീസിൽ പരാതി കൊടുക്കും. അതിൽ നമുക്ക് കഴിയുള്ളൂ. ഇപ്പൊ 11ാം വാർഷിക പൊതുയോഗത്തില് ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരാതിയില്ല. പക്ഷെ ഇത് അജണ്ടയിൽ വരാത്തതുകൊണ്ട് നിയമപരമായില്ല, അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയമാണ്. പിന്നെ തന്നെയല്ല, ബോർഡിലുള്ള ഞങ്ങളുടെ അംഗങ്ങളുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ജയിച്ചിട്ടുള്ളവരുണ്ട്. ഞങ്ങളുടെ ഇതല്ല അവര് തന്നെയാണ് പറഞ്ഞത് ഇത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് തള്ളിക്കളയാൻ ഒരു പൊതുയോഗം ആർക്ക് തടയാൻ പറ്റും? ഭൂരിപക്ഷം മെമ്പർമാരെ അനുകൂലിക്കില്ല. 2 പേര് ഡിസെന്റിങ് എഴുതിയിട്ടുണ്ട്. 2 പേര് അത് തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഭരണസമിതി തള്ളാൻ അധികാരമില്ല. നേരെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്തിട്ട് കമ്മീഷൻ നമ്മുടെ പൊതുയോഗത്തിൽ വെക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ അവർക്ക് എന്തെങ്കിലും അംശമാണെങ്കിൽ അവിടെ ചോദിക്കാം, പറയാം. ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു അങ്ങനെയല്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരുമ്പോ ഇപ്പൊ ഈ അടുത്തൊന്നുമില്ല, മാറില്ല, ഇല്ലാന്ന് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ന്യൂസ് 18-ല് ഈ മിസ്റ്റർ പ്രേംകുമാർ ഇത് അന്വേഷണം നീണ്ടുപോയി കാണാതിരുന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന് പകരം ഞങ്ങൾ ഒരു മാല മേടിച്ച് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ബന്ധപ്പെട്ടവർ അതൊന്നും ശരിയായ നടപടിയില്ല, അതങ്ങനെ ചെയ്യാനേ പാടില്ല. പിന്നെ ഒരു അന്വേഷണം നടക്കുമ്പോഴാണ് അത് പറയണമെന്ന് ആലോചിക്കണം. അല്ല, ഞാനതില് താങ്കൾ ചോദിച്ചല്ലോ, പോലീസിന്റെ കാര്യം ചോദിച്ചല്ലോ. പോലീസിൽ ഒരു പരാതി കേട്ടിട്ട് ഇതുവരെ ഒരു പോലീസുകാരൻ വന്നത് അന്വേഷിച്ചില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങള് പോലീസിൽ പരാതി കൊടുക്കണം നിർബന്ധിച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ കാണാതെ ഞാൻ വിവരാവകാശം കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ പരാതി കിട്ടിയിട്ടുണ്ട്, ഒരാരും മൂവ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പോലീസുകാരൻ വന്നിട്ട് എന്താന്ന് ഒരു എൻക്വയറി പോലും നടത്തിയിട്ടില്ല. അത് ഇവര് സ്വാധീനം കൊണ്ട് ചെയ്തതാണ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വന്ന അല്ലെങ്കിൽ ഇനി പോലീസിലേക്ക് മന്ത്രിക്ക് പരാതി കൊടുത്താലും പോലീസ് അന്വേഷിക്കുന്നില്ല. ഞായറാഴ്ച ഇവിടെ നടപടി ഇല്ലെങ്കിൽ നമ്മള് ഇത് വിടാൻ പറ്റില്ല. അല്ല, അത് കമ്മീഷൻ കണ്ടെത്താൻ പറ്റില്ലല്ലോ, അത് പോലീസിലല്ലേ പറ്റുള്ളൂ. ഞങ്ങള് പൊതുവെ മനസ്സിലാക്കിയത് ഇതെല്ലാം ഒരിക്കലും അത് പെട്ടിട്ടുണ്ട്, വേറെ ആളതിന്റെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ അത് ഈ പൊതുയോഗം കഴിഞ്ഞാലാണ് നമ്മൾ ഇതൊക്കെ രേഖകൾ ആയിട്ട് ഇനി പോലീസ് നടപടിയിലേക്ക് നമ്മൾ നീങ്ങുക. അത് അതെ, പാടില്ല. ഒരിക്കലുണ്ടെങ്കിൽ തന്നെ കമ്മിറ്റി തീരുമാനിച്ച് ഇത്ര ഗ്രാമുണ്ട്, ഇത്ര എണ്ണ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഒരുക്കാൻ. ഇതൊരു സഞ്ചിയിലിട്ട് കൊണ്ടുപോയി ഒരുക്കുക, എവിടെയോ ഒരുക്കിയത് പോലും അറിയില്ല.
അത് കൊണ്ടുവന്നതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. ഇത് ഈ തിരുവാഭരണങ്ങൾ തന്നെയാണ്. 18 ഐറ്റം തിരുവാഭരണങ്ങൾ ഇപ്പൊ നിലവിൽ ആ ക്ഷേത്രത്തിലുണ്ട്. അത് സാധാരണ തിരുവാഭരണം 100 കൊല്ലത്തോളം 115 കൊല്ലം ഈ ക്ഷേത്രം വന്നിട്ട് 100 കൊല്ലത്തോളം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അല്ല, ഒരിക്കൽ അവരൊരു കട്ടയ്ക്ക് വെച്ചിരിക്കുന്നത്. ഒരു മാല ദേവന്മാർക്ക് ഇല്ല, ഒന്നുമില്ല. വളരെ കുറച്ച്, വളരെ 1-2 അവശേഷിച്ചിട്ടുണ്ട്. അത് മാത്രമേ ദേവന്മാർക്ക് വളരെ ഗുരുതരമായുള്ള ഒരു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭക്തജനങ്ങളെ ഇതൊന്നും ജനം അറിഞ്ഞിട്ടില്ല, ഭക്തജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അതൊക്കെ രഹസ്യമായിട്ട് നടക്കുക. അത് അറിയാതിരിക്കാനാണ് വാർഷിക പൊതുയോഗത്തിൽ ഇത് ചർച്ച വരാതിരിക്കാനായിട്ട് ഇത് തള്ളിക്കളഞ്ഞു. 110ാം വാർഷിക പൊതുയോഗത്തില് തീരുമാനം എടുത്തപ്പോ തന്നെ അത് അജണ്ടയായി കഴിഞ്ഞു. ആ അജണ്ട തള്ളാൻ, ബൈലോ പ്രകാരം അജണ്ട തള്ളാൻ പാടില്ല. നമ്മള് ഈ അന്വേഷണ കമ്മീഷൻ ഇവർക്ക് കൊടുക്കുന്നത് എന്താ വെച്ചാല് ക്ഷേത്രത്തിന്റെ ബൈലോയില് പറയുന്നുണ്ട്, പൊതുയോഗത്തില് അജണ്ടയാവാത്ത കാര്യങ്ങള് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നിയമപ്രാബല്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അജണ്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ ഇവർക്ക് ഇത് കൊടുത്തത്. പക്ഷെ ഇവരത് തള്ളിക്കളഞ്ഞായിട്ട് അതിൽ ഉൾപ്പെടുത്താതെ തലപ്പിരിക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത്. പക്ഷെ മിനിറ്റ്സ് വായിക്കണല്ലോ കഴിഞ്ഞ യോഗത്തിന്. ഇത് ചർച്ച ചെയ്യപ്പെടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഭയം. ഞങ്ങളുടെ ഭയം അതാണ്. ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ട് അതിന്റെ ഔദ്യോഗിക ബോഡിയിൽ അജണ്ടയിൽ വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഭയം. അത് പൊതുജനം ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം വഴിയെങ്കിലും ഇത് കുറെ ജനങ്ങളെ അറിയിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അല്ലാതെ ഇനി മറ്റ് നിഷേധങ്ങളും മറ്റു പ്രശ്നങ്ങളും നാളെ അത് അവര് ഇത് ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഭക്തജനങ്ങള് അറിയും നാളെ തൊട്ട്, അടുത്ത ഞായറാഴ്ച തൊട്ട് ഇത് ചർച്ച ചെയ്യാതിരിക്കുമ്പോ. അല്ല, ഞായറാഴ്ച ഇത് വരുമ്പോൾ നിർബന്ധമില്ലെങ്കിൽ ഞങ്ങൾ യോഗം നടത്താൻ സമ്മതിക്കില്ല, തടയും. അറിയാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. താങ്ക് യു വെരി മച്ച്.